ഈ മുസ്ലിം ലീഗ് തന്ത്രശാലികളാണ്. അവർ 2 ടേമായിട്ട് പുറത്തു നിൽക്കുകയാണ്. 26 അധികാരം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ പല വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് മേൽ വലിയ സമ്മർദ്ദമായിരിക്കും ലീഗ് ഉണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ ഭരിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ അങ്ങനെയാണ്, ലീഗ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവർ കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെ ഏതാണ്ട് ശരിയായി വരികയും കൂടിയല്ലേ? ആണ്, 100% വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ലീഗിൻ്റെ കീഴിലാണ് കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ കീഴിലല്ല ലീഗ്. UDF എന്ന് പറയുന്ന മുന്നണിയിൽ മേജർ നേതൃത്വം കൊടുത്ത് വന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് എങ്കിലും ലീഗ് പറയുന്നതിനാണ് അവിടെ പ്രസക്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 27 സീറ്റ് കൊടുക്കുകയുണ്ടായി, 15 സീറ്റ് അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ അത് ആവശ്യപ്പെടും. 27 പോരെ, 30 സീറ്റ് മിനിമം, അധികം 3 സീറ്റ് ഈ 2000 മെയ്യിലെ തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ള സ്ഥലം കെ മുരളീധരൻ ഗുരുവായൂർ നിന്നാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. പക്ഷെ അവരും ഗുരുവായൂർ കൊടുക്കുവാൻ തയ്യാറാവില്ല. അതേസമയം മറ്റ് സീറ്റ് ഒരു പ്രാവശ്യം മുരളീധരൻ കൊടുവള്ളിയിൽ നിന്ന് വള്ളിയിൽ ചുറ്റിപ്പോയി, അവിടെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് ഇപ്പോൾ മുനീർ. അതെ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ചോദിക്കുകയും കൂടുതൽ ജയിച്ചു വന്ന് UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ 5 മന്ത്രിമാർ ചോദിക്കും, ഡെപ്യൂട്ടി സ്പീക്കർ ചോദിക്കും, ഉപമുഖ്യമന്ത്രി ചോദിക്കും. ഇല്ല എങ്കിൽ ലീഗിൻ്റെ പഴയ സ്വഭാവം, പണ്ട് മുന്നണി സംവിധാനത്തിൽ കരുണാകരൻ സാർ മെരുക്കിക്കൊണ്ട് പോകാൻ മിടുക്കനാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കരുണാകരൻ സാറ് നേരെ പാണക്കാട് പോയി ഇപ്പോഴത്തെ തങ്ങളുടെ ഫാദറിനെയൊക്കെ കണ്ട് മെരുക്കിയെടുക്കും. പക്ഷേ ഇനി അവരുടെ അതല്ല, നീണ്ട 2 ടേം മുസ്ലിം ലീഗിൻ്റെ പല ആനുകൂല്യങ്ങളും നഷ്ടമായി. വിദ്യാഭ്യാസം അവരുടെ കയ്യിലാണ്, വ്യവസായ വകുപ്പ് അവരുടെ കയ്യിലാണ്, റവന്യൂ വകുപ്പ് അവരുടെ കയ്യിലാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന ഫണ്ടുകളിപ്പം പഴയതുപോലെ വരുന്നില്ല. അധികാരമില്ല എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പല പ്രവർത്തകരും മലപ്പുറം മേഖലകളിൽ നിന്ന് വിട്ടുപോകും. അധികാരത്തിന് വേണ്ടി മലപ്പുറം മാത്രം കേന്ദ്രീകരിച്ചല്ല ലീഗ് ഇപ്പോൾ നിൽക്കുന്നത്. പാലക്കാട് നിന്ന് 1-2 സീറ്റ് ചോദിച്ചേക്കാം, വയനാട് നിന്നുള്ള സീറ്റ് ചോദിച്ചേക്കാം, കണ്ണൂർ സീറ്റ് കോൺഗ്രസിൻ്റെയാണ്, അത് ചിലപ്പോൾ കോൺഗ്രസ് വച്ചുമാറി ലീഗിന് കൊടുത്തേക്കാം. ലീഗ് മിക്കവാറും ഇപ്പം മുമ്പ് തൃശ്ശൂർ വരെ കൊണ്ട് ലീഗ് അവസാനിക്കും. അതെ, ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് ലീഗ് സീറ്റ് ചോദിക്കുന്നു. കൊല്ലത്ത് സീറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇരവിപുരം പണ്ട് PKK ബാവ നിന്ന് സ്ഥലം ഇപ്പോൾ ചോദിക്കുകയാണ്. അവിടെ ചവറ ബേബി ജോൺ കൊടുക്കുവാൻ തയ്യാറല്ല. തിരുവനന്തപുരം മണ്ഡലം ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ. ഇവിടെ ഭീമാവള്ളി, വലിയതുറ, വെട്ടുകാട്, അതുപോലെ മാണിക്യവിളാകം, കമലേശ്വരം, മണക്കാട് വരുന്നൊരു മണ്ഡലമാണ്. അത് കോൺഗ്രസിന്റെ പേരിലൂടെ ലീഗ് ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുകയാണ്. അവരുടെ എന്നും അതാണല്ലോ, ഇത്തളാണ് മുസ്ലിം ലീഗ്. ഒരു വലിയ മരത്തിനകത്ത് ശകലം വളമുണ്ടെങ്കിൽ അവിടെ കള പിടിച്ച് ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്രയും കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നിട്ട് ഭാരതത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഭാരതത്തിലുള്ളത് OIC ആണ്. ഹൈദരാബാദിലെ ആയാലും UP ബീഹാറിലായാലും അവിടെ OICയുടെ ആ പാർട്ടി മാത്രമേ ഉള്ളൂ. കേരളത്തിലും തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പേര് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, പക്ഷേ സംസ്ഥാന ലീഗായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ് നയമാണ് മുസ്ലിം ലീഗിനുള്ളത്. ആ ഇരട്ടത്താപ്പ് നയം മനസ്സിലാക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല. പണ്ട് നമുക്ക് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ഒരു അറബിയെ ദേശീയ പതാക വെച്ച കാറിൽ കുഞ്ഞാലിക്കുട്ടി കൊണ്ട് നടന്ന് കേരളത്തിൽ ഭയങ്കര സമരങ്ങളായിരുന്നു. DYFI M വിജയകുമാർ സാറിൻ്റെയൊക്കെ കൈ ഒടിഞ്ഞ പഴയ സ്പീക്കറിൻ്റെ അത്തരം സമരങ്ങൾക്ക് ആരാണ് ആ അറബി? എന്തിന് കേരളത്തിൽ വന്നു? കുഞ്ഞാലിക്കുട്ടിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ചില ആൾക്കാരുണ്ട് സഹായിക്കുവാൻ മുന്നണിയിൽ. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രത്തിലെ ഓഫറുകൾ ചെയ്ത് നാഷണലിൽ ഇല്ലായെങ്കിൽ തന്നെയും കേരളം UDF വിട്ടുപോകരുതെന്ന് പറഞ്ഞ് അഹമ്മദ് സാഹിബിനെ കേന്ദ്രമന്ത്രി വരെ ആക്കി അല്ലേ? അപ്പോൾ അത്തരത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് വളരെ ഓഫറുകൾ കൊടുത്ത് വിട്ടുപോകും, ഞാനിപ്പോൾ പോവും,
മുന്നണി വിടുമെന്ന് പറഞ്ഞ് മാക്സിമം കിട്ടേണ്ട അധികാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷിയുടെ ആ ഒരു സ്വഭാവം. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് പോവുക, ഏത് പ്രധാന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൊതുമരാമത്ത്, വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. തദ്ദേശ വകുപ്പുകളൊക്കെ അല്ല, കാരണം സാമ്പത്തികം ഫണ്ട് റൈസിങ് കിട്ടുന്ന വകുപ്പുകളെല്ലാം കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗ് വിലപേശി വാങ്ങിക്കും. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു തന്ത്രം. അതിനൊരു ഉദാഹരണമാണ് അവരുടെ മുൻ MLA KM ഷാജി പ്രസംഗിച്ചത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മറ്റ് മതക്കാരെയോ മതേതരത്വത്തെ വളർത്താനല്ല, മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇനി മുസ്ലിം ലീഗിന് അധികാരം കിട്ടിയില്ല എങ്കിൽ അണികളെല്ലാം പൊഴിഞ്ഞു പോകുമെന്ന് ഓപ്പണായിട്ട് സംസ്ഥാന നേതാക്കൾക്കും പാണക്കാടും തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഓർമ്മപ്പെടുത്തലാണ് KM ഷാജി പ്രസംഗത്തിലൂടെ ചെയ്തത്. അത് ശരിക്കും രാജ്യവിരുദ്ധ പ്രസംഗമാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനോ ഒന്നും ഇവിടെ ഇല്ല. ഈ എവറാണ് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി വർഗീയ കക്ഷിയാണ്. എങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിക്കോ ഭരണഘടനയ്ക്കോ പേരിലോ ഒരു ഹിന്ദു നാമധേയമില്ല. മുസ്ലിം ലീഗിലാണെങ്കിൽ ലീഗെന്ന് മുസ്ലിം, അത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുനർചിന്തനം നടത്തേണ്ട സമയമാണ്. ഒരു മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നിടത്ത് ഈ മുസ്ലിം ലീഗ് സമുദായത്തെ വച്ച് വിലപേശുന്നു. അത് ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല. ആ തന്ത്രമാണ് ബാലനും പിണറായിയും തമ്മിൽ ചർച്ച ചെയ്ത് ബാക്കി കമ്മിറ്റികൾ കൂടി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. മതേതര സ്വഭാവമുള്ള നല്ല മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്, ലീഗിനെ വിശ്വസിക്കാത്ത നല്ലൊരു ശതമാനം മതേതര കോൺസെപ്റ്റ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഏകോദരത്വ സഹോദരങ്ങളെ പോലെ കഴിയണമെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം. അതാണ് മലപ്പുറത്ത് ഇപ്പോൾ കിട്ടിയ BJPയുടെ മെമ്പർമാർ, കോഴിക്കോട് കിട്ടിയ 12 സീറ്റ്, കാസർഗോഡ് കിട്ടിയിട്ടുള്ളത്, മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ നിലമ്പൂരും സുൽത്താൻ ബത്തേരിയിൽ ജയിച്ചത്. കാരണം AICC വഴങ്ങും. കാരണം AICCക്ക് ഇന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയോ അതുപോലെ തന്നെ അവരുടെ സഹോദരിയോ മത്സരിക്കണമെന്ന് ലീഗിൻ്റെ സഹായം കേരളത്തിൽ വേണം. വയനാട്ടിലെ വിജയം അതാണല്ലോ. അവർക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് റായ്ബറേലിയിലോ അമേഠിയിലോ ലക്നൌവിലോ നിന്ന് എലക്ട് ചെയ്യുവാൻ മെഹർ കുടുംബത്തെ തഴഞ്ഞു ഉത്തരേന്ത്യൻ ജനത. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ആശ്രയിക്കുന്നത്. പഴയ ജിന്നയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ലീഗിനെയാണ്. ജിന്ന എന്താ ചെയ്തത്? മുഹമ്മദ് അലി ജിന്ന സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഒത്തുപോയതാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഭാരതാംബയുടെ അവിഭാജ്യ ഘടകമെന്ന് പറയുന്ന ഖണ്ഡാഹാർ വരുന്ന പാകിസ്ഥാൻ നമുക്ക് തരണം. എഗ്രിമെൻ്റ് ചെയ്ത് മാറിപ്പോയിട്ടും ഇപ്പോഴും ഭാരതത്തിൽ വിഘടനവാദം ചെയ്യുകയില്ലേ? പകൽഗാം, കാശ്മീർ ഇനിയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിനി കാശ്മീരാക്കി മാറ്റണം ഇവിടെ എന്നുള്ളതിനെ എതിർക്കുന്ന സമാധാനഗതികളായ മുസ്ലിം സഹോദരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.